ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ചിപ്പി. വാവ്, എന്താല്ലേ ഈ സന്ധ്യയ്ക്ക് ഇങ്ങനെ കാറൊക്കെ എടുത്ത് എല്ലാവരുമായിട്ട് കറങ്ങാൻ പോകുന്നത്. അതെപ്പോഴും എന്നെപ്പോലെ ഒരു വലിയ സ്വപ്നം തന്നെയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്കാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നിപ്പോൾ കാണുന്നത് നമ്മുടെ എമിറേറ്റ്സ് പാലസ്. അതൊരു പാലസ് കൊട്ടാരം എന്നൊക്കെ വേണം പറയാം, പക്ഷേ അതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. 2001 കാലഘട്ടങ്ങളിൽ പണി കഴിപ്പിച്ച ഒരു വലിയ ലക്ഷറീസ് ആയിട്ടുള്ള ഹോട്ടലാണ് നമ്മളിപ്പോൾ കയറുന്നത്. അവിടെ ടോട്ടലി ഫ്രീ ആണ് കേട്ടോ. നമുക്ക് കിഡ്സുമായിട്ടും എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് കുറച്ചിടങ്ങളിൽ മാത്രമേ നമ്മളെ അവർ അലോ ആക്കത്തുള്ളൂ. സെക്യൂരിറ്റി ചെക്കിങ് ഭയങ്കര അധികമാണ്. നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വാഹന പരിശോധനയുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ഏരിയയിലോട്ട് പോകുമ്പോഴും അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഭയങ്കര അധികമാണ്. നമ്മൾ പോകുമ്പോഴെല്ലാം അവർ പറഞ്ഞു തരും നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എല്ലാം. കാരണം അവിടെ കറക്റ്റായിട്ടുള്ള ആൾക്കാർ നമുക്ക് ഗൈഡ് ചെയ്യാനുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരെ പാർക്കിംഗ് കഴിഞ്ഞ് കാണുന്നത് എൻട്രിയാണ്. നമ്മൾ 2 സൈഡായിട്ടാണ് ഇതിനുള്ളത്, ലെഫ്റ്റ് റൈറ്റ്. നമ്മൾ സ്ട്രെയിറ്റ് നേരെ കാണുന്ന ഈ ബിൽഡിങ് നമ്മുടെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ്. അത് 7 സ്റ്റാർ ഹോട്ടലാണ്. അതേപോലെ നമ്മുടെ ഈ സ്ഥലത്ത് കാണുന്നതൊക്കെയാണ് മറ്റേ ടോം ക്രൂസൊക്കെ ഇങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യത്തില്ലേ, ആ ബിൽഡിങ്ങുകളാണ് ആ മുകളിൽ കാണുന്നത്. എത്ര കുറേ ഗ്യാപ്പിന് ശേഷം എല്ലാവരും കൂടെ കണ്ട സന്തോഷമായിരുന്നു. ഇത് നമ്മുടെ കൊളീഗ്സാണ്, സുരേഷ് ഏട്ടനും ഫാമിലിയും മഞ്ജിദൊക്കെ ഫാമിലിയും കിഡ്സൊക്കെ ഉണ്ട്. നമ്മളെല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാണാൻ പോവാണ്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഐ എം ഫാൻ എന്ന് പറയുന്നൊരു ഹാഷ്ടാഗിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഇതുവഴി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നല്ല രസമായിരുന്നു കേൾക്കാനൊക്കെ. അവരിതെല്ലാം ആർട്ടിഫിഷ്യലി ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതാണെങ്കിലും നമുക്കത് എത്ര കണ്ടാലും കേട്ടാലും മതി വരത്തില്ല. അവിടെ ഇങ്ങനെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അതിലുപരി ഇങ്ങനെ എൻജോയ് ചെയ്യാൻ തോന്നും. ഈ മഴ പെയ്യുന്ന പോലത്തെ സൗണ്ടും അങ്ങനെയായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നമുക്ക് ഏത് സൈഡിലോട്ട് നോക്കണമെന്ന് അറിയത്തില്ല, അത്ര രസം. അതുപോലെ തന്നെ ഇതൊരു ഹോട്ടലാണ്, ഒരു കൊട്ടാരം പോലെയൊക്കെയുള്ള ഒരു ഹോട്ടൽ. നമുക്ക് കുറച്ച് ഭാഗത്ത് മാത്രം നമുക്ക് കയറി കാണാൻ. ആക്ച്വലി ഇവരിതൊക്കെ സമ്മതിക്കുന്നല്ലോ. ഇന്ത്യയിലാണെങ്കിൽ ഇതൊക്കെ പോസിബിൾ ആണെന്ന് പോലും എനിക്കറിയത്തില്ല. നമുക്ക് കയറി കാണാം, നമുക്ക് ഫോട്ടോസ് എടുക്കാം. നമുക്ക് ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ഹോട്ടൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബുക്ക് ചെയ്ത് നമുക്കിവിടെ താമസിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വെറുതെ ചുമ്മാ കാണാൻ പോയതാണല്ലോ. അപ്പം നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുന്നു. അച്ഛൻ അവിടെ ദൂരത്തുനിന്ന് പറയുന്നുണ്ട് തിരിഞ്ഞു നോക്കെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും മുകളിൽ വന്നിട്ട് തിരിഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്ന കാഴ്ച ഇപ്പോൾ കാണാൻ പോകുന്നത്. എൻ്റെ മോനെ ഒന്നും പറയാനില്ല. തിരിഞ്ഞു നോക്കുമ്പം ഈ ഭൂമിയിലുള്ള സ്വർഗം എന്നൊക്കെ പറയുന്ന പോലെ ഈ ലൈറ്റ്സിൻ്റെ ഒരു പവർ സത്യമായിട്ടും ഈ മുന്നിലുള്ള ഈ ബിൽഡിങ്ങുകളും ഇതെല്ലാം ഹോട്ടലുകളാണ്. പക്ഷെ അത് ഇത്രയും അടിപൊളിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാം ചുറ്റി നടന്ന് കാണാൻ നമുക്ക് ഈ രാത്രി പോയതുകൊണ്ടൊരു ഗുണമുണ്ട്, ഇത്രയും ലൈറ്റ്സിൽ കാണാൻ പറ്റിയല്ലോ. പിന്നെ നമ്മളിത് എൻട്രിയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാർ പാർക്കിങ്ങും കാര്യങ്ങളും അതെല്ലാം ഉണ്ട്. ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ വിശാലമായ പാതയാണ്. നമ്മൾ കയറുമ്പം പ്രത്യേകം പറയുന്നുണ്ട് അവിടെ ഫ്ലാഷ് ലൈറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ നേരെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ അവർക്ക് നേരെ ഫോണൊന്നും ചൂണ്ടിയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അച്ഛനത് അതിനോട് പറഞ്ഞത് ഫോൺ താത്തിപ്പിടി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പെട്ടെന്ന് സൈഡിലോട്ട് അങ്ങ് എടുത്തു. പിന്നെ നമ്മൾ കയറി ചെല്ലുന്ന ഓരോരോ ഹോളുകൾ ഓരോ സെക്ഷനായിട്ടാണ്. അവിടെ സൈഡിൽ ഓരോ അവർക്ക് കിട്ടിയ ഈ ഹോട്ടലിന് കിട്ടിയ കുറേ അംഗീകാരങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. 2001 ഇത് പണി കഴിപ്പിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു 2017 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ
എന്താ പറയുക ഫേമസ് ആയ ഹോട്ടലിന് കിട്ടുന്ന അവാർഡുകളും അവരുടെ സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് സൈഡിൽ വെച്ചേക്കുന്നത് നമ്മുടെ ഒരു വിശറി പോലത്തെ സംഭവമില്ലേ, അതാണ്. അതിന്നിങ്ങനെ സ്റ്റോറി ഓഫ് എ ഫാൻ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനോട് ചോദിക്കായിരുന്നു ഇത് എന്താണ് ഉദ്ദേശിച്ചത്, എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോകളെല്ലാം ഇങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ വാതിലുകൾ കാണാനും മുകൾ ഭാഗം കാണാനും. ഞങ്ങളിങ്ങനെ ഓടി നടന്ന് കണ്ടുകൊണ്ടേയിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ ചേട്ടൻ എന്താണോ മന്ദം നടക്കുന്നത്, ഞാനിപ്പോഴാണ് കാണുന്നത്. പിന്നെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ താഴെ നമുക്ക് പോയി നിന്ന് നടുക്ക് സെൻറ്റർ പോയി നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അതേപോലെ തന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ എൻ്റെ പൊന്നോ, ഇവിടെ ഇതിനകത്തൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് കറങ്ങി നടന്ന് കാണാം. പിന്നെ അവിടെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ പൂക്കളൊക്കെ വെച്ചാൽ ഇവരെ അലങ്കാരപ്പണികളാണ് മെയിൻ. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ജ്വല്ലറീസ് ഷോപ്പിംഗ് ചെയ്യാം. പിന്നെ കാഫറ്റേരിയ പോലെ ഉണ്ട്. അത് നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. പക്ഷേ എന്തിനാ വെറുതെ ഓവറായിട്ട് പൈസയൊക്കെ കളയുന്നത്, നമ്മൾ നടന്ന് കാണുകയല്ലേ ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഈ ഫൗണ്ടൈനിൻ്റെ സൈഡിൽ കുറേ നേരം ഇരുന്നു. പിന്നെ നമ്മൾ കാണുന്നത്, ഞങ്ങൾ വണ്ടിയെടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ പോകുന്നത് പോർഷെ, റൈറ്റ് സൈഡിൽ പോകുന്നത് റേഞ്ച് റോവർ, അതിൻ്റെ ഫ്രണ്ടിൽ പോകുന്നത് ടെസ്ല. ഞങ്ങളിങ്ങനെ വണ്ടികളുടെ എണ്ണ എടുക്കുമായിരുന്നു. എത്ര ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടികളാണ്. ഈ അബുദാബിയിലും ദുബായിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. അവിടെ പോകുമ്പോൾ എനിക്കിതൊരു വലിയ കാഴ്ച തന്നെയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ അൽ കുഷ്ക എന്ന് പറഞ്ഞിട്ട് ഷാബിയയിലുള്ള നമ്മളവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ബൈ പറഞ്ഞ് പിരിഞ്ഞു. അപ്പം ഓക്കെ, ബായ്.